ദേവസ്ഥാനത്തിൻ്റെ TTD തിരുപ്പതിയിലുള്ള ആ ദേവസ്ഥാനം നിർമ്മിച്ച ഒരു അമ്പലമുണ്ട് ജമ്മുവിൽ. അത് കാണാനാണ് പോകുന്നത്. ഇതാണ് അതിൻ്റെ ആർച്ച്. ഏകദേശം 60 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന വളരെ വലിയൊരു ടെമ്പിളാണ് ഇത്. ആന്ധ്രാപ്രദേശിന് പുറത്തായിട്ട് തിരുപ്പതി ദേവസ്വം പല ടെമ്പിളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 6ാമതായിട്ട് സ്ഥാപിച്ച ക്ഷേത്രമാണിത്. 2023 ജൂൺ മാസം 8-ാം തീയതിയാണ് ഈ ടെമ്പിള് ഭക്തർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. ഇതുപോലെ തന്നെ ഒരു ക്ഷേത്രം നമ്മളുടെ കന്യാകുമാരിയിൽ നമ്മുടെ മെയിനായിട്ടുള്ള വിവേകാനന്ദ പാറയുടെയൊക്കെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അതേ മോഡലുള്ള ഒരു അമ്പലമാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മൾ നടന്ന് താണ്ടെ മുകളിലേക്ക് എത്തി. അമ്പലത്തിൻ്റെ ഏരിയയിൽ ചെരുപ്പൊക്കെ വെക്കുന്നതിനുള്ളൊരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. രാവിലെ 8 മണി മുതൽ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇവിടെ നമുക്ക് ദർശനം നടത്താവുന്നതാണ്. കന്യാകുമാരിയിലെ പോലെ തന്നെ ഇവിടെ നല്ല പടികളൊക്കെ ഉണ്ട്. പടി കയറി വേണം നമ്മൾ മുകളിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ സൗജന്യത്തിന് വേറെ ടിക്കറ്റൊന്നും എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താ പറയുക, ഇവിടെ വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ തിരുപ്പതിയിലെ പോലെ ടിക്കറ്റൊന്നും എടുക്കാതെ തന്നെ ഇവിടെ വന്ന് നമുക്ക് ദർശനമൊക്കെ നടത്താവുന്നതാണ്. വലിയൊരു ഗോപുരം നമുക്ക് കാണാം. പിന്നെ അവിടെ തിരുപ്പതി ലഡ്ഡു കൊടുക്കുന്നുണ്ട്, ആഴ്ചയിൽ 2 ദിവസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അമ്പലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്. തിരുപ്പതി വെങ്കടാചലപതിയുടെ അതേ വിഗ്രഹം തന്നെയാണ് ഇവിടെയും ഉള്ളത്. തീർത്ഥാടകർക്ക് നമ്മുടെ ഒരു തിരുപ്പതിയിലെ അനുഭവം നമുക്ക് പകർന്നു തരുന്നൊരു ടെമ്പിളാണിത്. മാത്രമല്ല തിരുപ്പതി ദേവസ്ഥാനത്തിൻ്റെ ആചാരങ്ങൾ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതും. ദേവസ്ഥാനത്തിൻ്റെ തന്നെ അമ്പലമാണിത്. അപ്പോൾ ജമ്മു പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ തന്നെ ചുറ്റും അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പട്ടാളത്തിനെയൊക്കെ നിയോഗിച്ചിട്ടുണ്ട് ആ ഒരു ഏരിയയിലേക്ക് വേണ്ടിയിട്ട്. വളരെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണിത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നമ്മൾ പോയ സമയത്ത് തന്നെ ഒരുപാട് ആളുകൾ ക്ഷേത്ര സന്ദർശനത്തിന് അവിടെ വരികയുണ്ടായി ഈ ഒരു അമ്പലത്തിലേക്ക്. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ജമ്മുവിലൊക്കെ വരികയാണെങ്കിൽ, ഇവിടെ വന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണിത്. നല്ല മനോഹരമായിട്ടുള്ള നമ്മൾ തിരുപ്പതിയിൽ ആ ഗോൾഡൻ പ്ലേറ്റൊക്കെ ചെയ്തേക്കുന്ന ഒരു ഏരിയ, അതുപോലെ തന്നെ പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അമ്പലവും കൊള്ളാം, പരിസരമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് തിരുപ്പതി ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു പ്രസാദമൊക്കെ തരാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്രസാദം ഇവിടെ ദർശനം കഴിഞ്ഞിറങ്ങിയപ്പോഴും അവർ അതുപോലെ ഇലയിൽ തരികയുണ്ടായി. അപ്പോൾ അങ്ങനെ വളരെ ദൈവികമായിട്ടും പരിപാവനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇത്. ജമ്മു എന്ന് പറയുന്നതിന് ക്ഷേത്രങ്ങളിലൊരു പട്ടണമാണ്. അതിൽ തിരുപ്പതി ദേവസ്വത്തിൻ്റെ ഈ ഒരു അമ്പലം വളരെ മനോഹരമാണ്. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി താഴേക്ക് പോവുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴൊരു വ്യൂ ഇതാണ് അമ്പലത്തിൻ്റെ വ്യൂ. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. ജമ്മുവും അതുപോലെ തന്നെ ഫ്രണ്ടിലുള്ള താവി റിവറും കാണാം. താവി റിവറിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ വെങ്കടേശ്വര സ്വാമിയുടെ തിരുപ്പതി വെങ്കടാചലപതിയുടെ ഒരു ബ്ലെസ്സിങ്സ് നമ്മൾക്ക് തീർച്ചയായിട്ടും അവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് തിരിച്ച് താഴെ ഇറങ്ങിയിട്ട് മുകളിലേക്കുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം തിരുപ്പതി ദർശനം പോലെ തന്നെ തിരുപ്പതിയിലെ മനോഹരമായിട്ടൊരു ക്ഷേത്രം